ദിലീപ് കുമാർ, നിലവിൽ ഇപ്പോൾ ഈ സംഘർഷ സമാനമായ സാഹചര്യത്തിന് ഒരു അയവുണ്ട്. എന്നാൽ പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണമായും ട്രൂപ്പുകളെ പോലീസ് അല്ലെങ്കിൽ സേനയെ പോലീസ് വലിച്ചിട്ടില്ല. പക്ഷേ ഏറിയമംഗം ഫോഴ്സിനെ പിൻവലിച്ചു. അത് ഈ നേതാക്കളടക്കം നേരിട്ട് ഇവിടെ വന്ന് ഇവരോട് നടത്തിയിട്ടുള്ളത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി CPM-ന്റെ മുതിർന്ന നേതാക്കളടക്കം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്കൊടുവിലാണ് നിലവിൽ ഇപ്പോൾ കുറച്ച് ഫോഴ്സിനെ പിൻവലിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യം ഒന്ന് കണ്ടാൽ ഈ ഭാഗത്തു നിന്നുള്ള നമ്മളിപ്പോൾ കണ്ട ഭാഗത്തു നിന്നുള്ള പോലീസുകാരെ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്തേക്ക് ആ ഭാഗത്ത് തൊട്ടടുത്ത ഭാഗത്തേക്ക് നമുക്കിപ്പോഴും ആ ഒരു വലിയ സംഘം പോലീസിനെ കാണാം. അവിടെ ഈ DCP അടക്കമുള്ള ആളുകളുണ്ട്. DCP തബോഷ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരിപ്പോൾ ഈ പ്രവർത്തകർ അവരടക്കമുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അവരടക്കം ഇവിടെ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ സാധിക്കും. എന്തായാലും ഈ CPM-ന്റെ സംസ്ഥാന നേതാക്കളടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ കുറച്ച് ഫോട്ടോ, അതായത് ED വാഹനം ആക്രമിച്ച ആളുകളുടെ ഫോട്ടോ അടക്കം ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പാർട്ടി നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് എന്നുള്ളത്. അത് തിരിച്ചറിഞ്ഞ കാര്യം അത് അങ്ങനെ അക്രമസംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരെ അടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാമെന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് കുറച്ച് ഫോഴ്സിനെ പിൻവലിച്ചത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, എപ്പോൾ ഇവരെ, അതായത് ഏതെങ്കിലും SFI പ്രവർത്തകരോ DYFI പ്രവർത്തകരോ അതിനകത്തുണ്ടെങ്കിൽ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർ ഈ പറയുന്ന ആളുകളെ എപ്പോൾ ഹാജരാക്കും, അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കുറച്ചധികം പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. DCP തബോഷ് അടക്കമുള്ള തബോഷ് ബസ്മാതിരി അടക്കമുള്ള ആളുകളുണ്ട്. മ്യൂസിയം CA ഉണ്ട്. അതേപോലെ തന്നെ ദീപക് ധൻഖർ ഉണ്ട്, SP ദീപക് ധൻഖർ ഉണ്ട്. ഇവരടക്കമുള്ള ആളുകൾ ഇപ്പോഴും സംസാരിക്കണം. ഒരു പക്ഷേ പൂർണ്ണമായും ഫോഴ്സിനെ പിൻവലിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇവിടെ പ്രവർത്തകരുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘർഷം അക്കാര്യത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് അറിയണം. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷേ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരിക്കും. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 5 പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്ന സൂചനകളുണ്ട്. ബാക്കി പ്രവർത്തകരുണ്ട്. അതായത് നേരിട്ട് ഈ വാഹനം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ കൂടി നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. കടകംപള്ളി സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസും DCP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഒരുപക്ഷെ സംസാരിച്ചേക്കും. ആ സംസാരത്തിന് ശേഷമായിരിക്കും പൂർണ്ണമായും പോലീസ് ഫോഴ്സിനെ പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. നമുക്കറിയാം ഈ ഒരു വൈകാരികമായിട്ടുള്ള സംഭവം ഉണ്ടായി എന്നുള്ള കാര്യമാണ് നിലവിൽ ജോൺ ബ്രിട്ടാസ് MP മാധ്യമങ്ങളെ കണ്ടപ്പോഴടക്കം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം. ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവം CPM ആഗ്രഹിച്ചിരുന്നതല്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഇത്രയധികം സമയം അത് ചോദ്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തടഞ്ഞു വെക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായും പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു വൈകാരികമായ പ്രശ്നം മാത്രമായി അതിനെ കാണുന്നുവെന്നും മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തോടും നിയമ സംവിധാനത്തോടും പൂർണ്ണമായും സഹകരിച്ച് മുന്നോട്ട് പോകും, പോലീസിനോട് പൂർണ്ണമായും സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അല്പസമയം മുൻപ് സംസാരിച്ച ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കിയത്. അപ്പോൾ ഒരു പക്ഷേ ഈ പ്രവർത്തകർ, അതായത് പോലീസ് ഐഡന്റിഫൈ ചെയ്ത ചിത്രങ്ങളടക്കം കാണിച്ച ആ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാം എന്നുള്ള ഉറപ്പിന്റെ പുറത്തായിരിക്കാം ഒരു പക്ഷേ ഇനിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ദീപക് ധൻഖറും അതേപോലെ തബോഷ് ബസ്മാതിരി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരിപ്പോൾ ജോൺ ബ്രിട്ടാസ്, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള CPM-ന്റെ നേതാക്കളോട് സംസാരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പൂർണ്ണ അർത്ഥത്തിലൊരു തീരുമാനമുണ്ടാവുക. നേരത്തെ വന്ന 2 ട്രൂപ്പ് പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പ്രധാന ഭാഗത്ത് നിന്ന് ബേക്കർ ജംഗ്ഷൻ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മറ്റൊരു പോലീസ് വാനിൽ എത്തിയ പോലീസ് സംഘം അവരിപ്പോഴും ഇവിടെ തുടരുകയാണ്. നാടകീയമായ സംഭവങ്ങൾ തലസ്ഥാനത്ത് തുടരുന്നുണ്ട്. അധികാരമാറ്റത്തിന് ശേഷം ഒരുപക്ഷെ തലസ്ഥാന നഗരത്തിൽ ഇത്രയധികം സംഘർഷം ഉണ്ടാകുന്നത് അത് ഈ സാഹചര്യത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.